ഇപ്പോൾ ഉർവശി ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീമതി ഉർവശി, ഉൾക്കൊള്ളാനാകാത്ത ഒരു വേദനയാണ് സിനിമാ പ്രവർത്തകരെ ഒപ്പം അഭിനയിച്ച താരങ്ങളെയൊക്കെ സംബന്ധിച്ച് അവർ ഓരോരുത്തരും നമ്മളോട് പങ്കുവെക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ ഓർത്തെടുക്കുന്നു മലയാളത്തിന്റെ പ്രിയപ്പെട്ട പൊന്നമ്മയെ? ഇല്ല, ഓർത്തെടുക്കുക എന്ന് പറയുന്ന വാക്ക് തന്നെ വലിയ തെറ്റായിരിക്കും. കാരണം നമ്മൾ ഒരു ശതമാനം പോലും മറക്കാത്ത ഒരാള്, അതായത് ഇന്ന് ഉച്ചവരെയും തിരിച്ചു വരും, പൊന്നാന്റി തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുകയും നമ്മുടെ വീട്ടിലെല്ലാവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഇത് കേട്ടപ്പം വല്ലാത്തൊരു എന്താ പറയുന്ന ഒരു നിരാശയായിപ്പോയി. കാരണം ഇതിനു മുമ്പും പലതവണ ശ്വാസം മുട്ടലും അസുഖമൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും വീട്ടില്. ഇപ്പോഴും ഞങ്ങളുടെ കുടുംബത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും വരികയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അല്ലാതെ സിനിമയിൽ വെച്ച് മാത്രം കണ്ടുള്ള പരിചയമല്ലല്ലോ. അപ്പൊ ഇപ്രാവശ്യം അതുപോലെ വരും എന്നാണ് ഞാനും കലശേച്ചി ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞത്. ഇന്ന് പരി നിങ്ങൾ തിരിച്ചു വരും. ഇപ്പൊ ഞാൻ അമ്മ പറഞ്ഞു, മക്കളെ നിങ്ങൾ ആരും അങ്ങോട്ടൊന്നും പോകുന്നില്ലല്ലോ. കലശേച്ചിക്കും അതെ എനിക്കും അതെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അപ്പോഴും എൻ്റെ അമ്മയെ ആശ്വസിപ്പിക്കുക, ഇല്ലമ്മ വരും, അമ്മ തിരിച്ചു വരും, അത് കൂടെ കൂടെ ഇങ്ങനെ നമ്മളെ ഒന്ന് പേടിപ്പിക്കും, അത് കഴിയുമ്പോൾ തിരിച്ചു വരും, അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഇത് കേട്ടപ്പോ പിന്നെ എന്താ പറയേണ്ടെന്ന് അറിയാത്ത അവസ്ഥയായിപ്പോയി. ഒരു 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 തീർന്നു ആ ഒരു ലിസ്റ്റിലുള്ള എല്ലാവരുടെയും അവസാനത്തെ ലിസ്റ്റിലുണ്ടായിരുന്നത് പൊന്നുവാന്റിയാണ്. അത് കഴിഞ്ഞു, ഇനിയിപ്പം ഒന്നും പറയാനില്ല. 700-ൽ പരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഓരോ സിനിമയെക്കുറിച്ചും ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തകരൊക്കെയും ഓർത്തെടുക്കുന്നത് സിനിമയിൽ എങ്ങനെ വിസ്മയിപ്പിച്ചോ അതേപോലെ തന്നെയായിരുന്നു സ്വഭാവം കൊണ്ടും എല്ലായ്പ്പോഴും വാത്സല്യമായിരുന്നു സ്ഥായി ഭാവം കവിയൂർ പൊന്നമ്മയുടേത് എന്നതാണ് ഈ ചലച്ചിത്ര പ്രവർത്തകരൊക്കെയും നമ്മളോട് സംസാരിക്കുമ്പോൾ ശ്രീമതി ഉർവശി ഓർത്തെടുക്കുന്നത് ഈ പ്രിയപ്പെട്ട താരത്തെ. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ഇൻസിഡന്റ് അല്ലല്ലോ. ഞാൻ അഭിനയിച്ചിരുന്ന കാലത്ത് ഇവരൊന്നും ഇല്ലാത്ത സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. എന്റെ ഒപ്പം അവരഭിനയിച്ചിരുന്നു എന്നല്ല, എനിക്ക് താങ്ങും തണലുമായിട്ടും എനിക്ക് ഒരു സംരക്ഷണത്തിനുമായിട്ട് എൻ്റെ അമ്മമാരായിട്ട് വന്നവരാണ് ഇവരെല്ലാവരും. അങ്ങനെ നിന്നവരാണ് ഇവരെല്ലാവരും. അപ്പൊ അവരെ ഇങ്ങനെ ഓർത്തെടുക്കുക ഒരു ഇൻസിഡന്റ് ഇത് കൂടെ എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിയായ ഒരു എനിക്കൊന്നും മറുപടി പറയാൻ പറ്റില്ല. ഇതിപ്പോ ഞാൻ എൻ്റെ കുടുംബത്തിലെ ഒരാളിനെ കുറിച്ച് പറയുന്ന പോലെയാണ്. എത്രയൊക്കെയാ പറയണ്ടേ, എന്തൊക്കെയാ പറയണ്ടേ, ഒരുപാടുണ്ടാവും. അപ്പോ എന്നെ സംബന്ധിച്ചത് വലിയ നഷ്ടമാണ്. അവരൊക്കെ ഇല്ലാത്ത സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. അവരൊക്കെ ആയിരുന്നു എൻ്റെ യഥാർത്ഥ ബലവും എൻ്റെ യഥാർത്ഥ വഴികാട്ടികളും എന്നൊക്കെ ഉള്ളത് ഞാൻ ചിന്തിക്കുന്നൊരു അവസരമാണത്. വല്ലാത്ത വേദന തോന്നുന്ന ഒരു അവസരമാണ്. അപ്പൊ ഇനി അത്തരം സന്തോഷകരമായ കുസൃതി കൗതുകവും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. സങ്കടമുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നന്ദി ഉർവശി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.